സർക്കാർ ഏറ്റുമുട്ടൽ തുടരുകയും കേസുകൾ കോടതിയിൽ തീർപ്പാകാതെ നീളുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ പ്രതിസന്ധിയിൽ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർമാർ അടുത്ത മാസം പടിയിറങ്ങുന്നതോടെ യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം വിസിമാരില്ലാതെയാകും. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന കേസ് നിർണായകമാകും. സ്ഥിരം വിസിമാരില്ലാതെയായാൽ സർവകലാശാലകളെല്ലാം ഇൻചാർജ് ഭരണത്തിലേക്ക് പോകുമോ എന്നാണ് ആശങ്ക. നിലവിൽ ആരോഗ്യം, ഡിജിറ്റൽ സർവകലാശാലകളിൽ മാത്രമേ സ്ഥിരം വിസിമാരുള്ളൂ. ഡിജിറ്റൽ വിസി ഡോക്ടർ സജി ഗോപിനാഥ് ഒക്ടോബർ 16-നും ആരോഗ്യ സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഒക്ടോബർ 29-നും പടിയിറങ്ങുന്നതോടെ സ്ഥിരം വിസിമാരില്ലാതെയാകും. നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോരും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള ഈ ഒരു ശീതസമരമാണ് ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഒരിക്കലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ വെച്ചുകൊണ്ട് സർവകലാശാല ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്ത്യയിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത ഒരേ ഒരു സർവകലാശാലയായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള പോരിങ്ങനെ മൂർച്ഛിച്ചാൽ ഹൈക്കോടതി വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളായിരുന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരും എന്നുള്ള കാര്യം സംശയമില്ല. വിസി നിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മേരി ജോർജ് നൽകിയ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിസിമാരെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി ഉത്തരവുള്ളതിനാൽ കേസിൽ ഹൈക്കോടതിയുടെ തീർപ്പ് നിർണായകമാകും. വിസിമാരുടെ നിയമനാധികാരി ചാൻസലർ ആയതിനാൽ ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാമെന്നാണ് രാജ്ഭവന്റെ വാദം. നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി ആര് രൂപീകരിക്കണമെന്നതിൽ UGC ചട്ടത്തിൽ വ്യവസ്ഥയില്ലെന്നാണ് സർക്കാർ വാദം. പോര് തുടരുന്നതിനാൽ നിയമനങ്ങളിൽ ഹൈക്കോടതി ഇടപെടൽ മാത്രമാണ് ഏക പോംവഴി. 24 തിരുവനന്തപുരം.